വിജ്ഞാപനം ചെയ്യും. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും ഇന്ന് തന്നെ നിലവിൽ വരും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്കെ ഈ പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം ഇന്നുണ്ടാകും എന്ന് കേൾക്കുന്നു. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുണ്ടാകുന്ന ഒരു തീരുമാനം എന്ന നിലയ്ക്ക് അതിന് രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഗോപി സൂചിപ്പിച്ചതുപോലെ 1955 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഭേദഗതി ചെയ്ത നിയമം നിലവിൽ വന്നിരുന്നു. പക്ഷേ ഉണ്ടായ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ചട്ടങ്ങൾ പുറപ്പെടുവിക്കുന്ന നടപടികൾ വൈകുകയായിരുന്നു. ഈ നടപടികൾ പൂർത്തീകരിച്ചാണ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനായിട്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇന്ന് ഈ വിജ്ഞാപനം CAA ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. 6 പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ 6 ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് ഇന്ത്യയിൽ കഴിഞ്ഞ 11 വർഷത്തോളമായി താമസിക്കുന്നവർക്ക് പൗരത്വം നൽകുന്നു എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. പക്ഷേ ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഒന്ന്, ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ചില ആളുകൾ ഈ തരത്തിൽ ഇന്ത്യയിൽ കഴിയുന്നുണ്ട്. അവർക്ക് പൗരത്വം ലഭ്യമാക്കാനായിട്ട് ഈ നിയമത്തിൽ വ്യവസ്ഥകളില്ല എന്നുള്ളതാണ്. ഇതിൽ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി മതവിശ്വാസികൾക്കാണ് ഈ ബില്ല് പ്രകാരം പൗരത്വം ലഭിക്കുക. ഇവർ ഈ 3 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകളാകണം. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നേരത്തെ ഉന്നയിക്കപ്പെട്ടിരുന്നു. പ്രതിഷേധങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും നിലവിലുള്ള സാഹചര്യത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് സർക്കാരിന്റെ തീരുമാനം. പൗരത്വം അപേക്ഷിക്കാനായിട്ടുള്ള ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കും. ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള പൗരത്വത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കേണ്ടത്. ഈ നടപടികളും ഇന്ന് തന്നെ, ഈ പോർട്ടൽ യാഥാർത്ഥ്യമാകുന്ന നടപടികളും ഇന്ന് തന്നെ നിലവിൽ വരും. ആർക്കെ, സാധാരണ നിലയിൽ ഇപ്പോൾ 2019 ഈ ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നത്. സ്വാഭാവികമായും ചട്ടങ്ങൾ 6 മാസത്തിനകം തന്നെ ചട്ടങ്ങൾ തയ്യാറാക്കി നൽകണമെന്നതായിരുന്നല്ലോ വ്യവസ്ഥ. ആ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഈ പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങളുടെ കാര്യത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് ഗോപി. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് ഉയർന്നത് ഈ ഭരണഘടനയുടെ 14ാമത്തെ അനുച്ഛേദം അതിനെ ലംഘിക്കുന്നതിന് തുല്യമാണ് ഈ നടപടികൾ എന്നുള്ളതാണ്. അത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതിന് ഭിന്നമായിട്ട് ഏതെങ്കിലും വിധത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരേ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കിടയിൽ ഭിന്നമായിട്ടുള്ള വ്യവസ്ഥകൾ വെക്കുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപം അടക്കം നേരിട്ടിരുന്നു. സാധാരണഗതിയിൽ ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിലാണ് സർക്കാരിന് അത് ചട്ടങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ പക്ഷേ വലിയ കാലതാമസം വന്നു. നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ഈ വിജ്ഞാപനത്തിനോടൊപ്പം അത് സാധൂകരിക്കുന്ന വിധത്തിലുള്ള വൈകലിന് കാരണമായിട്ടുള്ള വസ്തുതകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി ഉൾപ്പെടുത്തിയാകും ഈ വിജ്ഞാപനം ഉണ്ടാവുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആർക്കെ, ഈ ചട്ടം അനുസരിച്ച്, അല്ലെങ്കിൽ ഈ ഭേദഗതി അനുസരിച്ച് 2014 ഡിസംബർ 31 മുൻപ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഇവിടങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെത്തി കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി ഈ വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുക എന്നുള്ളതാണ്. ഇത് വലിയ രീതിയിൽ രാജ്യത്ത് വിമർശിക്കപ്പെട്ടതാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. ഏതാണ്ട് 83 പേർക്ക് ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഉണ്ടായ സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ രാഷ്ട്രീയമായി BJPക്കെതിരെ വലിയ പ്രതിരോധം തീർത്ത, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന ഒരു തീരുമാനം അത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടപ്പാക്കപ്പെടുമ്പോൾ, അതിൻ്റെ വിജ്ഞാപനം വരുമ്പോൾ സ്വാഭാവികം BJP ഇതിനകത്തൊരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകില്ലേ? തീർച്ചയായിട്ടും ആണ് ഗോപി. നമുക്കറിയാം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള 2 യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള അവരുടെ ടേമാണ് പൂർത്തിയാകാനായിട്ട് പോകുന്നത്. അതിൽ രാമക്ഷേത്ര നിർമ്മാണവും കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന 370 റദ്ദാക്കലും, അതിന് തുടർച്ചയായിട്ട് ഉള്ള വികാരം അത് നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചിന്തകളാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ചട്ടങ്ങൾ തിടുക്കത്തിൽ വിജ്ഞാപനം ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് വഴി നയിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതനുസരിച്ച് 2014
ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തി 6 വർഷം കഴിഞ്ഞവർക്ക്, അതാണ് വ്യവസ്ഥ എങ്ങനെയാണ്, 6 വർഷം ഇവിടെ കഴിഞ്ഞവർക്ക് പൗരത്വത്തിന് അപേക്ഷ സമർപ്പിക്കാൻ അർഹതയുണ്ടാകും. അവർ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി ഈ 6 മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്കാണ് ഈ ബിൽ പ്രകാരം പൗരത്വം ലഭിക്കുക. ഉയർന്നിരുന്ന വിമർശനങ്ങളിൽ പല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട അവിടെ നിന്ന് കുടിയേറിയ മതവിഭാഗങ്ങളിൽ ആളുകൾക്ക് പൗരത്വം ഒന്നും ലഭിക്കാനായിട്ട് ഇതുവഴി സാധിക്കില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ പരിഷ്കരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ ഇതിനെയൊന്നും പരിഗണിക്കുന്ന വിധത്തിലായിരുന്നില്ല നടപടിക്രമങ്ങൾ പോയത്. ഒരുപക്ഷെ ഈ ചട്ടങ്ങൾ ഉണ്ടാക്കിയ നടപടിക്രമങ്ങളിൽ പോലും ഒരു രഹസ്യാത്മകത സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ നടപടികൾ പൂർത്തിയാകുന്നത്. BJP ശരി RK, ഇതിൽ അപേക്ഷാ സംവിധാനം എങ്ങനെയാണ് പൗരത്വത്തിന് വേണ്ടി പുതുതായി അപേക്ഷിക്കേണ്ടത്? മുൻപ് പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടുള്ളവരുണ്ട്, അവർ വീണ്ടും അപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ? ആരാണ് ഈ കാര്യങ്ങളിൽ സ്ക്രൂട്ടിനി നടത്തുകയും ഈ പരിശോധനയിൽ അന്തിമമായ തീരുമാനമെടുക്കുകയും ചെയ്യുക? ഗോപി, ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധന അടക്കമുള്ളവ നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ചട്ടങ്ങൾ അങ്ങനെ വിശദമായിട്ട് ലഭ്യമാകുന്ന അഥവാ പ്രസിദ്ധീകരിക്കുന്ന ചട്ടങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആധികാരികത ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അതിന്റെ ഒരു വ്യക്തത ഉറപ്പുവരുത്തുന്ന ഒരു ഘട്ടം ഇനിയും വരേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഇങ്ങനെയാണ്. 1955 നിയമമാണ് ഭേദഗതി ചെയ്യപ്പെടുന്നത്. ആ നിയമം അനുസരിച്ച് ഉണ്ടായിരുന്ന വ്യവസ്ഥ 11 വർഷമായിട്ട് ഇന്ത്യയിൽ കഴിയുന്ന ആളുകൾക്ക്, അത് മുസ്ലിങ്ങൾ എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം ഇല്ലായിരുന്നു. മുസ്ലിങ്ങൾ അടക്കമുള്ളവർക്ക് പൗരത്വം അത് പ്രകാരം അപേക്ഷിക്കാനായിട്ട് അർഹതയുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് പൗരത്വം ലഭിക്കും എന്നുള്ളതായിരുന്നു നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ. എന്നാൽ ശരി RK, നമുക്കതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്ന് വിജ്ഞാപനം ചെയ്യും. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും ഇന്ന് തന്നെ നിലവിൽ വരും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 6 മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതിന് ഇതോടെ കളമുറങ്ങും. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ് CAA കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ. അതിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. 2014 ഡിസംബർ 31 മുൻപ് ഈ പ്രദേശങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള ഹിന്ദു, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങൾക്കാണ് പൗരത്വം നൽകുക. BJPയുടെ ഈ തീരുമാനം രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ വിജ്ഞാപനം ഇറക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധങ്ങളും ഉണ്ടാകും. ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ പരിശോധിക്കാം. വളരെ വേഗം തിരികെ വരും.